ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ ഞങ്ങൾ പലതരം ചോക്ലേറ്റ് കേക്കുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതേ ടേസ്റ്റിൽ ഇതുവരെയും ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. 400 ഗ്രാം ആണ് നമുക്ക് വേണ്ടത്, അതായത് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമുക്ക് എല്ലാ ബേക്കിംഗ് ഷോപ്സിലും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ 400 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇത് സൂക്ഷിച്ചാൽ മതിയാവും, ഇത് നാശമൊന്നും ആവില്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു 400 ഗ്രാം ഈ പാക്കറ്റ് മുഴുവൻ നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മെൽറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ പ്രിസ്റ്റീനിൻ്റെ വിപ്പ് ടോപ്പിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേണം. നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലല്ല ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം 1 മിനിറ്റ് നമുക്ക് ഈ ലോ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായി കിട്ടണം എന്നേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് തിളച്ച് വരണം എന്നൊന്നുമല്ല, ഇതൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം 1 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കൈ വിടാതെ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം അധികം ചൂടായി പോവും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നമ്മുടെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 400 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമ്മളുടെ ഈ ചൂടായി വന്നിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മളുടെ ചോക്ലേറ്റ് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ 400 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റും ഈ വിപ്പിംഗ് ക്രീമും ഒന്ന് കമ്പൈൻ ആവുന്നത് വരെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും ഈ ഡാർക്ക് ചോക്ലേറ്റും കമ്പൈൻ ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം ചെറിയൊരു ചൂടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുക്കണം. ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എവിടെയാണോ നമ്മളിത് വെക്കണത് അവിടെ നമുക്കൊരു 8 മണിക്കൂർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗ്രാം ചോക്ലേറ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ പകുതി വിപ്പിംഗ് ക്രീം 2:1 എന്നുള്ള റേഷ്യോയിലാണ്. നമ്മളിപ്പോൾ ഒരു 400 ഗ്രാം ചോക്ലേറ്റും 200 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മിക്സ് നമുക്ക് 8 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതൊരു പാത്രത്തിലായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളിത് 8 മണിക്കൂർ കഴിയാണ്ട് തുറന്ന് നോക്കരുത്, ഇടയ്ക്കൊന്നും പോയി തുറന്ന് നോക്കരുത്. അപ്പോൾ അതിൻ്റെ പാകം ശരിയാവില്ല. അപ്പോൾ 8 മണിക്കൂർ നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലൊന്ന് വയ്ക്കാം. നമ്മളിവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് റോസറ്റിൻ്റെ വലിയ നോസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ റോസറ്റിൻ്റെ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 8 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു കേക്ക് ബോർഡ് എടുക്കാം. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കേക്കാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മുകളിൽ കാണിക്കുന്ന ഈ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള കേക്കിൻ്റെ ട്രേയിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതിൻ്റെ ഇതിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. റൗണ്ട് ആയാലും കുഴപ്പമില്ല, അതോ സ്ക്വയർ ആയാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്കിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തതെന്ന് മാത്രം. നമുക്ക് നമ്മളുടെ ഈ കേക്ക് ഒന്ന്
നല്ലോണം സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം കൊണ്ടല്ല, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സൈഡിലത്തെ എക്സസ് ആയിട്ടുള്ള ആ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സൈഡൊക്കെ എല്ലാ ചോക്ലേറ്റ് ഗനാഷും അത്യാവശ്യം നമ്മൾ എക്സസ് ആയിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു സ്ക്രേപ്പറാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് സൈഡിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കിതാ ഈ സ്ക്രേപ്പർ ഇതേപോലെ നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം ആ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നാനുണ്ടാവും, പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വരുമ്പോൾ അത് അതേ ഡിസൈനിൽ വന്നോളും. നമ്മൾ ചോക്ലേറ്റ് ആണല്ലോ മെൽറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല, അത് സെറ്റായിക്കോളും. അപ്പോൾ നമുക്കത് ഇതേപോലെ നമുക്ക് ആ കേക്ക് മുഴുവൻ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മൾ സൈഡിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പൈപ്പിംഗ് ബാഗിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ റോസറ്റ് നോസിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്കത് ഇതേപോലത്തെ റോസറ്റ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഈക്വൽ സൈസ് ആവണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതും വലുതൊക്കെ ആയിട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാം. പക്ഷേ കളറ് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇതിലാവുമ്പോൾ കുറച്ചൊരു ചെറിയൊരു എന്താ പറയുക കയ്പ്പ് തോന്നും, കാരണം ഡാർക്ക് ചോക്ലേറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞങ്ങളിപ്പോൾ ഇതേപോലെ റോസറ്റ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാറാണ് വരച്ചു കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് വരുമ്പോൾ ഇത് ശരിയായിക്കോളും, മെൽറ്റായിട്ടൊന്നും പോവില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടല്ലോ ഇനി, അപ്പോൾ അതും നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് സെറ്റായിട്ട് പോവും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കാഡ്ബറിയുടെ ബോൾസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 5 എണ്ണം. പിന്നെ നമുക്ക് ഗോൾഡൻ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയത്, അത് നമുക്ക് ഈ റോസറ്റ്സിൻ്റെ നടുവിലായിട്ടും പിന്നെ നമ്മളുടെ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു റിച്ച് ലുക്കാണ് ഇതിന്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റിച്ച് ലുക്ക് കിട്ടണമെന്നില്ലല്ലോ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്ത ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ശേഷം നമുക്ക് കേക്ക് ഒരു 6 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. അതിനുശേഷം നമുക്ക് നമ്മളുടെ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളൊരു 6 മണിക്കൂർ പുറത്ത് വെച്ച ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രോസ്റ്റിങ്ങിന് കാര്യം പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സിന് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.